Good evening, dears. Let's continue the poem An Introduction written by Kamala Das. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കവയിത്രിയെ പറ്റി ജനറൽ ആയിട്ടൊന്ന് പറയേണ്ടതായിട്ട് ഉണ്ട്. ഇങ്ങനെയൊന്നും പറയുന്നില്ല, കാരണം നമ്മൾ എന്താണ് ഒരു കൺഫെഷണൽ പോയട്രി എന്നുള്ള രീതിയിൽ വായിക്കാനാണ് യൂണിവേഴ്സിറ്റി ഉദ്ദേശിക്കുന്നത്. പേപ്പർ നോക്കുന്ന ആളും ആ രീതിയിലായിരിക്കും എടുക്കുക. സോ നമുക്ക് ആ ഒരു ഫ്രെയിമിൽ തന്നെ നിൽക്കാം. ഫ്രെയിമിന്റെ അപ്പുറത്ത് പോകുന്നത് എപ്പോഴും ഒരു വിലക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഫ്രെയിമിൽ തന്നെ നിന്നുകൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കാം. സോ ഇനി കമലാദാസ് കൺഫെഷണൽ പോയറ്റ് ആണെന്നാണ് പറയുന്നത് സോ ഒരു നമ്മൾ കുംഭസാര കവിതകൾ എന്നൊക്കെ പറയും. സോ എന്താണ് ഈ കൺഫെഷണൽ പോയട്രി? ഒരുപാട് പേഴ്സണൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് ഞാൻ എന്നുള്ള രീതിയിൽ എൻ്റെ കാര്യങ്ങൾ എസ്പെഷ്യലി എന്തും ഓപ്പൺ ആയിട്ട് സെക്സ് ആണെങ്കിലും ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന കവിതകളാണ് സെക്സ് ആണെങ്കിലും സൂയിസൈഡ് ആണെങ്കിലും അങ്ങനെയുള്ള എന്തും ഷോക്കിംഗ് ആയിട്ടുള്ളതും ഒക്കെയും ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ആത്മകഥാപരമായിട്ടുള്ള ആത്മകവിതാപരമായിട്ടുള്ള ഒരു എഴുത്തിനാണ് നമ്മൾ എന്ത് പറയാ, കൺഫെഷണൽ റൈറ്റിംഗ് എന്ന് പറയാം. സോ ലോക സാഹിത്യത്തിൽ ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ട് കൺഫെഷണൽ പോയിറ്റ്സ് ആയിട്ട് സിൽവിയ പ്ലാത്ത്, ആൻ സെക്സ്റ്റൺ, ഇങ്ങനെ പറയുന്ന കുറെ ആൾക്കാരുണ്ട്. സോ അതിലൊരു ഫേമസ് കവയിത്രിയാണ് ആര്, കമല ദാസ്. പിന്നെ ഈ കവിത എഴുതിയിരിക്കുന്നത് വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു തോട്ടിലാണ്. അതായത് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് വെച്ച് എഴുതിയിട്ടുള്ള കവിതയല്ല. ഇങ്ങനെയല്ലേ ഇത്ര ലൈനിൽ ഇത്ര വേർഡ്സ് എന്നൊന്നും ഇല്ല. പ്രത്യേകിച്ച് ഒരു റൈം സ്കീം ഒന്നും വരുന്നില്ല മുഴുവനായിട്ടുള്ള. സോ എവിടെയും വരുന്നില്ല. സോ 60 ലൈൻസിലായിട്ട് ഫ്രീ ആയിട്ട് എഴുതിയിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാമല്ലോ ഷീ ഹാസ് യൂസ്ഡ് ഫ്രീ വേഴ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ചില ലൈൻസ് വലുതായിരിക്കും, ചിലത് ചെറുതായിരിക്കും. സോ കവയിത്രിയുടെ മൈൻഡിൽ വരുന്ന പോലെ എഴുതിയിരിക്കുകയാണ്. Now take the poem An Introduction, published in 1965 in her first poetry collection, Summer in Calcutta. So നോക്കാം എന്തൊക്കെ പറയുന്നത്. I don't know politics, but I know the names of those in power and can repeat them, like days of weeks or names of months, beginning with Nehru. സോ ഇവിടെ പലരും പല രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് അക്കോർഡിംഗ് ടു മീ ഇത് ശരിക്കും കമലാദാസ് ഞാൻ പറഞ്ഞു, ഇന്ത്യൻ ഐഡിയാസ് ഓവേർട്ട് ആയിട്ടുള്ള, അതായത് അങ്ങേയറ്റം ഇടുങ്ങിപ്പോയ ഇന്ത്യൻനെസ് എന്നുള്ള ചിന്താഗതി ഞാൻ ഇന്ത്യൻ എന്നുള്ള ഇടുങ്ങിയ ചിന്താഗതി നമുക്കല്ല വിശാലമായ ഒരു ലോക ചിന്ത എന്നുള്ള രീതിയിൽ ഇന്ത്യൻനെസ്സിനെ എടുക്കാം. ബട്ട് പലരും ആ ഒരു ഇന്ത്യ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഹിന്ദു ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇടുങ്ങിയ ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആൾക്കാരാണ്. സോ അങ്ങനെയുള്ള ഓരോരുത്തർക്ക് നേരെയുള്ള ഒരു ചിരി ഒരു കളിയാക്കൽ തന്നെയാണ് ഇതിലെ ഓരോ ലൈനും. ഓരോ ഏറാണ് ഒരു ഏറ് കൊടുക്കുകയാണ് കമലാദാസ് ഇവിടെ ചെയ്യുന്നത്. നോക്കാം, അവര് പറയാണ്, ഐ ഡോണ്ട് നോ പൊളിറ്റിക്സ് ബട്ട് ഐ നോ ദ നെയിംസ് ഓഫ് ദോസ് ഇൻ പവർ. സോ എനിക്ക് രാഷ്ട്രീയം അറിയില്ല. സോ രാഷ്ട്രീയം അറിയില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ എനിക്ക് വേറെ പലതും അറിയാമെന്നുള്ളതാണ്. നമ്മൾ അറിയില്ല എന്ന് പറയുമ്പോൾ നിനക്ക് എന്തൊക്കെ അറിയാമെന്നും നമ്മൾ ചോദിക്കണം സോ എനിക്ക് അറിയാവുന്നതൊക്കെ ഇന്ത്യൻ സംസ്കാരം എന്നെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ആൾക്കാരും വളർത്തിയവരും ആ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം ആണെങ്കിലും ഒക്കെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ആവൂ ഇന്ത്യൻ ആവൂ, നീ ഒരു ഇന്ത്യൻ ആവൂ എന്നുള്ളതാണ്. നീ സാരി ഉടുക്കൂ നീ മതിലിൽ മേൽ കയറിയിരിക്കല്ലേ, നീ താഴെ ഇറങ്ങ് നീ മുടി നീട്ടി വളർത്ത്. സോ അങ്ങനെയൊക്കെയാണ് ഒരു ഇന്ത്യൻ എസ്പെഷ്യലി ഒരു വുമൺ സ്ത്രീ ഇന്ത്യൻ ഭാരത വനിതയായിട്ട് മാറൂ എന്നുള്ളതാണ്.
സോ ഇവിടെ അല്ലെ ഐ ഡോണ്ട് നോ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ അല്ലെ ഐ എം നോട്ട് ടോട്ട് അല്ലെ പൊളിറ്റിക്സ്, എന്നെ പൊളിറ്റിക്സ് അല്ലെ പഠിപ്പിച്ചിട്ടില്ല. എന്റെ അല്ലെ വിദ്യാഭ്യാസം എനിക്ക് അങ്ങനെ ഒരു അറിവൊന്നും അല്ലെ വെലിങ്ങനെ തന്നിട്ടില്ല പൊളിറ്റിക്സ് അല്ലെ. സോ അതെന്താണ് പൊളിറ്റിക്സ് ഒക്കെ എന്താണ് വലിയ മാറ്റർ ആണ് അല്ലെ, ഇറ്റ് മീൻസ് ഓൺലി ഫോർ മെൻ, വലിയ അല്ലെ പുരുഷന്മാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പൊളിറ്റിക്സ് അല്ലെ. പിന്നെന്താണ് അത് വലിയ ടോപ്പിക്സ് ആണ് അല്ലെ. എനിക്ക് എന്നെ പോലുള്ള ചെറിയ കാര്യങ്ങളുമായിട്ട് സെറ്റിൽ ചെയ്യാൻ വിധിക്കപ്പെട്ട സ്ത്രീകൾക്ക് അല്ലെ എന്താ പറഞ്ഞിട്ടുള്ളത്, ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെ, സാരി ഉടുക്കുക, ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ മൈൻഡ് ചെയ്യുക അല്ലെ, എംബ്രോയിഡറി വർക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള അല്ലെ കാര്യങ്ങളൊക്കെയാണ് അല്ലെ സ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ളത്. സോ ഐ ഡോണ്ട് നോ പൊളിറ്റിക്സ്, എന്റെ വിദ്യാഭ്യാസവും അല്ല അതെന്നെ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു അല്ലെ വിദ്യാഭ്യാസമാണ് അല്ലെ സ്ത്രീകളെ ഉന്നമനത്തിനായിട്ട് അങ്ങേയറ്റം അല്ലെ പ്രൊജക്ട് ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസമാണ് അല്ലെ കമലാദാസിന് കിട്ടിയതെങ്കിൽ അല്ലെ എന്ത് ചെയ്യും? ഓഫ്കോഴ്സ് അല്ലെ അവര് ഐ ഡോണ്ട് നോ പൊളിറ്റിക്സ് എന്നൊരിക്കലും പറയില്ല. ബട്ട് അവരെ അല്ലെ വിദ്യാഭ്യാസം അത് പഠിപ്പിച്ചിട്ടില്ലെങ്കിലും അല്ലെ അവരുടെ വിദ്യാഭ്യാസം അവരെ വേറെ ചിലതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? ബട്ട് അല്ല ഐ നോ ദ നെയിംസ് ഓഫ് ദോസ് ഇൻ പവർ അല്ലെ, ആ ഒരു ശക്തിയിൽ പവർ അല്ലെ എന്നുള്ള ആ ഒരു അധികാരത്തിൽ വരുന്നവരുടെ പേരുകൾ ഓർമ്മിക്കാനല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. നമ്മള് മൺഡേസ് അല്ലെ, സൺഡേ മൺഡേ ട്യൂസ്ഡേ പഠിക്കും പോലെ പലതും അങ്ങനെയല്ലേ സ്കൂളിൽ വെച്ച് നമ്മളെ പാടി പഠിപ്പിച്ചിട്ടുണ്ട്. സോ അല്ലെ എനിക്ക് അല്ല ആ നെയിംസ് ഒക്കെ ഓർഡറിൽ അറിയാം എന്നുള്ളതാണ്. സോ അതാണ് അല്ലെ ശരിക്കും ഇവിടെ കമലാദാസ് ഇന്ത്യൻ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തെ തന്നെ കളിയാക്കുകയാണ്. അത് അടുത്ത ഒരു ലൈനിലോട്ട് വരുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാവുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ അല്ലെ ഐ ക്യാൻ അല്ലെ ആൻഡ് ക്യാൻ റിപ്പീറ്റ് ദം, എനിക്ക് കഴിയുമെന്നുള്ളതാണ് എൻ്റെ കഴിവ് അല്ലെ, എന്നെ പ്രാപ്തയാക്കുന്ന കാര്യങ്ങൾ, അതാണ് എൻ്റെ കഴിവ് എന്ന് പറയുന്നത്. സോ അത് അല്ലെ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് തത്ത അല്ലെ പാടും പോലെ ഇങ്ങനെ പലതും പാടാൻ മാത്രമാണ് അല്ലെ. ആരൊക്കെയാണ് ആ പുരുഷന്മാർ അല്ലെ, അധികാരത്തിലിരിക്കുന്ന പുരുഷന്മാർ ആരൊക്കെ, അത് എനിക്കല്ലേ ആഴ്ചയിലെ ഒരു വീക്കില് അല്ലെ ഇങ്ങനെ ദിവസങ്ങൾ എന്നും പോലെ അല്ലെ സൺഡേ മൺഡേ പറയും പോലെ ഓർഡർ തെറ്റാണ്ട് പറയാൻ പറ്റും അല്ലെ. ആ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ എന്നെ പഠിപ്പിച്ചത് അല്ലെ ആ ഒരു പേട്രിയാക്കൽ കൾച്ചറിന്റെ ആ ഒരു അല്ലെ ഓർഡറിൽ എങ്ങനെ ഇരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്കല്ലേ ഐ ഡോണ്ട് നോ പൊളിറ്റിക്സ് അല്ലെ, എനിക്കത് അറിയില്ല. ഐ ആം നോട്ട് ടോട്ട് അല്ലെ, എന്നെ ആരും പഠിപ്പിച്ചിട്ടുമില്ല. എന്നെ പഠിപ്പിക്കാനല്ലേ മറ്റു പലതും പഠിപ്പിക്കാൻ ഒരുപാട് ആളുകൾ വെമ്പിയിട്ടുണ്ട്. അതൊക്കെ എന്താണെന്ന് അവർ അല്ലെ പിന്നെ പിന്നെ ഇങ്ങനെ പറഞ്ഞു വരും എന്നുള്ളതാണ്. സോ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ അല്ലെ നമ്മൾ എടുക്കുക ഇവിടെ ആ ഒരു ബിഗ് ആയിട്ടുള്ള ഒരു ഡീലാണ് അല്ലെ, സ്ത്രീകൾക്ക് പറഞ്ഞിട്ടില്ല അല്ലെ, ചെറിയ ചെറിയ അല്ല കാര്യങ്ങളല്ല എന്നുള്ള ഒരു കളിയാക്കലാണ്. പിന്നെ അല്ലേ തത്ത പാടും പോലെയാണ്, എനിക്കത് പറയാൻ പറ്റും. ഐ ക്യാൻ റിപ്പീറ്റ് ദം, റിപ്പീറ്റ് അല്ലേ അതാണ്. സോ നമുക്കല്ലേ ഏറ്റവും കൂടുതൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇറങ്ങി നിൽക്കുന്നത് എപ്പോഴും വളരെ ചെറുപ്പത്തിലേ കിട്ടിക്കൊണ്ടിരിക്കുന്ന പാഠങ്ങളായിരിക്കും. സോ അല്ലെ ഐ ക്യാൻ റിപ്പീറ്റ് ദം എന്ന് പറയുമ്പോൾ അത്രയും കോൺഫിഡന്റ് ആയിട്ടാണ് അവർ പറയുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഇംപ്രിന്റഡ് ഫ്രം എ വെരി യങ്ങർ ഏജ്. അങ്ങേ അറ്റമല്ലേ ചെറുപ്പത്തിൽ മുതലേ ഞാൻ പഠിച്ചതും അല്ലെ ഈ ഒരു പേട്രിയാക്കൽ കൾച്ചറാണ്. ബിഗിനിങ് വിത്ത് നെഹ്റു. സോ അല്ലെ ഇവിടെ നെഹ്റു ആണ്. സോ ഇൻട്രൊഡക്ഷൻ ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് കമലാദാസ് അല്ലെ പേരും കൊടുത്തിട്ട് കമലാദാസ് പറയല്ലേ ആദ്യത്തെ ആ ഒരു സെന്റൻസിൽ തന്നെ നെഹ്റുവിനെയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. എന്താ കമലാദാസ് അല്ലെ, വേറെ ആരെയും കിട്ടിയില്ലേ നിങ്ങൾക്ക്? ഇത് നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ ആണോ അതോ നെഹ്റുവിന്റെ ആണോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ വെച്ചത്? നെഹ്റു നെവർ നീഡ്സ് an introduction. Everyone knows him. But Kamala Das needs an introduction. That is the problem. അവിടെയാണ് അല്ലെ പ്രശ്നം. സോ രാഷ്ട്രീയത്തിലും അല്ലെ ആ ഒരു ശക്തി കേന്ദ്രങ്ങളിലൊക്കെയും അല്ലെ എന്താണ് പുരുഷന്മാരാണ്, എല്ലായിടെയും അല്ലെ പുരുഷന്മാരാണ്. നെഹ്റു അല്ലെ പ്രധാനമന്ത്രി ആവുന്നത് ഓഗസ്റ്റ് 15 അല്ലെ 1947 അല്ലെ 1947 സോ അപ്പോ അല്ലെ എന്താണ് ഇന്ത്യയിലെ ഒരു പ്രഥമ പുരുഷൻ എന്നുള്ള അല്ലെ നെഹ്റുവിന് എന്താ ആവശ്യമില്ല അല്ലെ, പുരുഷന്മാരാണ്, അവർക്കാർക്കും അല്ലെ ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല. ബട്ട് എനിക്ക് അല്ലെ ഒരു ഇൻട്രൊഡക്ഷൻ വേണം എന്നുള്ളതാണ്. കാരണം ആ ടൈമിലല്ലേ എന്തില്ല പ്രഥമ പുരുഷൻ എന്ന് പറയാനല്ലേ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഇല്ല അല്ലെ. പ്രസിഡന്റ് എന്നുള്ള പൊസിഷൻ ശരിക്കും വരുന്നത് 1952 അല്ലെ 1952 ആ ഒരു പ്രസിഡന്റ് അല്ലെ പദവിയൊക്കെ വരുന്നത്.
പിന്നെയുള്ള ഒരു കാര്യമല്ലേ, കമലാദാസിന്റെ കവിതാ സമാഹാരമല്ലേ 1965 പബ്ലിഷ് ചെയ്തു അല്ലെ. അത് കഴിഞ്ഞിട്ടാണ് ഇന്ദിരാഗാന്ധി അല്ലെ ആ ഒരു പൊളിറ്റിക്സിൽ വരുന്നത്. അതിനു മുമ്പല്ലേ ആരും ഇല്ല എന്നുള്ളതാണ്, എടുത്തു പറയാൻ ആരുമില്ല. സ്ത്രീകളല്ലേ നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ടെങ്കിലും അല്ലെ സ്ത്രീകളെ എന്താണ് വലിയ അല്ലെ ഒരു കേന്ദ്ര ബിന്ദുവാക്കി നമ്മൾ എവിടെയും അല്ലെ വെച്ചതായിട്ട് കാണുന്നില്ല. മറ്റുള്ളവരുടെ അല്ലെ പേരുകൾ പറയുമ്പോൾ അക്കൂട്ടത്തിൽ ഒരു പേരായിട്ടല്ലേ നമ്മൾ ചേർക്കുന്നു എന്നേ കാണുന്നുള്ളൂ അല്ലെ. എവിടെയും ഉയർന്നു വരുന്നത് നെഹ്റു അല്ലെ ഗാന്ധി ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ മാത്രമാണ്. ഇവിടെ നോക്കിയാൽ മതിയല്ലേ, നമ്മളിവിടെ ഫുൾ സ്റ്റോപ്പ് ഒന്നും എവിടെയും കാണുന്നില്ല അല്ലെ. ഐ ഡോണ്ട് നോ പൊളിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞല്ലേ ആദ്യത്തെ ലൈനിലും ഇല്ല പിന്നെയും ഇല്ല അല്ലെ. 3 ലൈൻസ് ഒരൊറ്റ സെന്റൻസ് ആക്കി വെച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ എഴുതുന്ന അല്ലെ, ഇങ്ങനെ എന്താണ് ഒരു സ്റ്റോപ്പ് ഇല്ലാണ്ട് എഴുതുമ്പോൾ അല്ലെ നമ്മളെ കവിതയിലാവുമ്പോൾ അതിനെ എന്ത് പറയും, എൻജാംമെന്റ് എന്ന് പറയും. എൻജാംമെന്റ് മീൻസ് അല്ലെ ഒരു സ്റ്റോപ്പ് ഇല്ലാണ്ട് ഇങ്ങനെ എഴുതുക എന്നുള്ളതാണ്, കണ്ടിന്യൂഷൻ ആയിട്ട് എഴുതുക. അങ്ങനെ നെക്സ്റ്റ് ലൈൻ നോക്കുക, അവിടെയാണ് ഏറ്റവും വലിയ അല്ലെ ഒരു എന്താണ് പലരും അല്ലെ കമലാദാസ് സ്വയം അഭിമാനിക്കുകയാണ് എന്ന് പറയുന്നത്. പക്ഷെ അത് കമലാദാസിന്റെ അഭിമാനമല്ല. കമലാദാസ് അല്ലെ ആളുകളെ ശരിക്കും അല്ലെ ആ ഒരു ചുരുങ്ങിയ കാഴ്ചപ്പാട്, ഇടുങ്ങിയ കാഴ്ചപ്പാട് വെക്കുന്ന അല്ലെ ഇന്ത്യൻ ഐഡിയാസിനെ കളിയാക്കുകയാണ്. ഐ ആം ഇന്ത്യൻ, വെരി ബ്രൗൺ, born in Malabar, I speak 3 languages, write in 2, dream in 1. So അല്ലെ കമലാദാസ് പറയാണ് അല്ലെ നെഹ്റു, നെഹ്റു അല്ലെ ഹീസ് എൻ ഇന്ത്യൻ അല്ലെ, എവ്രി വൺ നോസ് ഹിം ബട്ട് നോ വൺ നോസ് മീ. ഐ നീഡ് ആൻ ഇൻട്രൊഡക്ഷൻ. അതുകൊണ്ടാണ് അല്ലെ എനിക്കൊരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമുണ്ട്. കാരണം അല്ലെ നെഹ്റു എന്ന് പറഞ്ഞപ്പോൾ അവരെവിടെ അല്ലെ നെഹ്റുവിനെ എവിടെയും അല്ലെ ബ്രൗൺ എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ ബോൺ ഇൻ ദിസ് പ്ലേസ് എന്നോ ഒന്നും അല്ലെ വിവരിക്കുന്നില്ല എന്നുള്ളതാണ്. ഐ ആം ഇന്ത്യൻ അല്ലെ. സോ അത് കഴിഞ്ഞപാട് വരികയാണ് ഈ ഒരു വരി അല്ലെ. സോ ഐ ആം ഓൾസോ എൻ ഇന്ത്യൻ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വെരി ബ്രൗൺ ആണോ, വെരി ബ്രൗൺ ആണോ കമലാദാസ് അല്ലെ, വെരി ബ്രൗൺ ആണോ കമലാദാസ്? നമുക്കറിയാം ബ്രൗൺ എന്ന കളർ തന്നെ അല്ലേ. അപ്പൊ നമ്മൾ ആ ഒരു സങ്കല്പം തന്നെ മാറ്റേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. ബ്രൗണിന്റെ അല്ലെ ഷെയ്ഡൊക്കെ ആയിട്ട് വരും, ബട്ട് അല്ലെ ഇങ്ങനെ വെരി ബ്രൗൺ എന്ന് എടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ? സോ അതൊരു അല്ലെ കളറല്ല ഇവിടെ എടുത്ത് പറയുന്നത് അല്ലെ, എന്താണ് ഒരു തരം കളിയാക്കലാണ് അല്ലെ. ഞാനും അല്ലെ ഒരു ഇന്ത്യക്കാരിയാണ്, വളരെ അല്ലെ ഡാർക്ക് ആയിട്ടുള്ള ഒരു ഇന്ത്യക്കാരിയാണ്. ഞാൻ ജനിച്ചത് എവിടെയാണ്? ബോൺ ഇൻ മലബാർ. മലബാർ എന്നാണ് പറയുന്നത് അല്ലെ. അവർ എന്ത് പറയുന്നില്ല അപ്പോഴും അല്ല, ഐ ബിലോങ് ടു എന്നുള്ള രീതിയിൽ പറയുന്നില്ല. ഞാനല്ലേ ജനിച്ചത് എന്നുള്ളതാണ്, എൻ്റെ നാട് എന്നുള്ള രീതിയിൽ അല്ലെ പറയുന്നില്ല. സോ അവിടെ അതാണ് ആ ഒരു അല്ലെ ലോകൈകതയാണ് അല്ലെ കമലാദാസ് കാണിക്കുന്നത്. ഒരു യൂണിവേഴ്സൽ പോയിറ്റാണ്, ഒരു അല്ലെ യൂണിവേഴ്സൽ പേഴ്സൺ എന്നുള്ള രീതിയിലാണ് അവർ സ്വയം അവതരിക്കുന്നത് എവിടെയും. അവരെ അല്ലെ എന്ത് ചെയ്യുക, ചെറിയ ചില അല്ലെ പ്ലേസസിൽ ഒതുക്കുന്ന അല്ലെ ഇതുകൊണ്ടുള്ള ഒരു തരം പ്രതിഷേധമാണ് അല്ലെ ഈ കവിതയിൽ ആകെ നമ്മൾ കാണുന്നത്. ബോൺ ഇൻ മലബാർ അല്ലെ, ജനിച്ചത് അവിടെയാണെന്നേ ഉള്ളൂ എന്നുള്ള രീതിയിലേ പറയുന്നുള്ളൂ. അല്ലാണ്ട് അല്ലെ ഐ ബിലോങ് ടു മലബാർ അല്ലെ മൈ പ്ലേസ് ഈസ് കേരള എന്ന് എടുത്തവിടെ പറയുന്നില്ല. ഐ സ്പീക്ക് 3 languages, write in 2, dream in 1. സോ ഇവിടെ അല്ലെ നെഹ്റുവിനെ പോലെ അല്ലെ ഞാനും ഒരു ഇന്ത്യക്കാരിയാണ് എന്നുള്ള അല്ലെ ഒരു ആക്കലാണ് അല്ലെ കമലാദാസ് ഇവിടെ ശരിക്കും ചെയ്യുന്നത് അല്ലെ. ഐ ആം ഓൾസോ എൻ ഇന്ത്യൻ എന്ന് പറയുമ്പോൾ അല്ലെ നെഹ്റുവിനുള്ള റൈറ്റ് ഒക്കെയും അല്ലെ എനിക്കും ഉണ്ട് എന്നുള്ളതാണ്. ബട്ട് അല്ലെ ഒരിക്കലും അത് കിട്ടില്ല എന്നുള്ളത് കമലാദാസനും അറിയാം അല്ലെ. അതുകൊണ്ട് തന്നെ എന്താണ് കുറച്ചുകൂടി വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് അല്ലെ എൻ്റെ ആ ഒരു ഇന്ത്യൻനെസ് എന്തിലൊക്കെ ഉണ്ട് എന്നുള്ളത്. ഞാനല്ലേ എൻ്റെ സ്കിന്നിൽ അതുണ്ട് അല്ലെ. ഐ ആം very brown, I was born in Malabar. അത് മാത്രമോ, നിങ്ങളില്ല ഇന്ത്യക്കാരുടെ സ്പെഷ്യാലിറ്റിയാണ് എന്ത്, ഐ സ്പീക്ക് 3 languages അല്ലെ. പലരും എന്താണ് ബിലിംഗ്വൽസ് ആണ് ഇന്ത്യക്കാരല്ലേ, പലർക്കും ഒന്നിലധികം ഭാഷ അറിയാമെന്നുള്ളതാണ്. അത് ഇന്ത്യക്കാരുടെ അല്ലേ ഒരു പ്രത്യേകതയാണ്. ഏതൊരു ഇന്ത്യനും അല്ലെ ഒന്നിലധികം ഭാഷ അറിയുന്നവനാണ്. സോ ഇവിടെ ഐ സ്പീക്ക് 3 languages എന്ന് പറയുമ്പോൾ ഏതൊക്കെയാവാം? സോ അവരുടെ എഡ്യൂക്കേഷൻ അല്ലെ കാണിക്കുകയാണ് അല്ലെ. എഡ്യൂക്കേഷൻ അവിടെ
നമുക്ക് മനസ്സിലാവും അല്ലെ, 3 ലാംഗ്വേജസ് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പലരും അല്ലെ ബിലിംഗ്വലാണ്. പക്ഷേ ഇവരെന്താണ് അതിലധികം അല്ലെ ഭാഷകൾ അറിയുന്ന ഒരു ആളാണ്. 3 ഭാഷകൾ അറിയാമെന്നാ പറഞ്ഞത്. ഇംഗ്ലീഷ്, മലയാളം അല്ലെ, പിന്നെന്താണ് ഹിന്ദി അല്ലെങ്കിൽ ബംഗാളി എന്ന് പറയാം. സോ അല്ലെ രണ്ടും ഏകദേശം കുറച്ച് സിമിലാരിറ്റീസ് ഒക്കെ ഉള്ള ഭാഷകളാണ്. സോ ഇങ്ങനെയല്ലേ 3 ഭാഷകൾ കൈകാര്യം ചെയ്യാൻ അറിയുന്നവളാണ് ഞാൻ. And I write in 2 languages. അല്ലെ ഞാൻ 2 ഭാഷകളിൽ എഴുതുന്നുണ്ട്, മലയാളം ആൻഡ് ഇംഗ്ലീഷ്. But I dream in 1 language. അതാണ് അല്ലെ ഞാൻ അല്ലെ യൂണിവേഴ്സൽ ആണ്. സോ അത് അല്ലെ അവരവിടെ വ്യക്തമാക്കുന്നുണ്ട്. ആ ഒരു ഐഡിയ അല്ലെ ഞാൻ യൂണിവേഴ്സൽ ആണ് എന്നുള്ളത്. സോ ഞാൻ ഇന്ത്യൻ ആണ് അല്ലെ, ബട്ട് അങ്ങനെ ഇന്ത്യൻ എന്ന് പറഞ്ഞ് ഒതുക്കണ്ട അല്ലെ. ഞാൻ എന്താണ്, ഞാൻ സ്വപ്നം കാണുന്നത് അല്ലെ സ്വപ്നത്തിന്റെ ഭാഷയാണ്. അതിനല്ലേ വേറെ ഭാഷയുടെ ആവശ്യമൊന്നും ഇല്ല എന്നുള്ളതാണ്. സോ ഐ ഡ്രീം ഇൻ വൺ അല്ലെ, ദ വൺ ഡ്രീം ദാറ്റ് എവ്രി വുമൻ ഹാസ്. അതാണ് എല്ലാ സ്ത്രീകളും കാണുന്ന ഒരു സ്വപ്നം അല്ലെ, അത് തന്നെയാണ് ഞാനും കാണുന്നത് അല്ലെ. ഈക്വാലിറ്റി ഉള്ള ഒരു ലോകം, അതിന്റെ അല്ലേ സ്വപ്നത്തിൽ അല്ലെ ഒരൊറ്റ ഭാഷ, അതിനൊരു ഭാഷയേ ഉള്ളൂ എന്നുള്ളതാണ് കവിത്രി അല്ലെ ഇവിടെ ഇംപ്ലൈ ചെയ്യുന്നത് ഉള്ളിന്റെ ഉള്ളിൽ. അങ്ങനെ അവരെ അല്ലെ പലരും ക്രിട്ടിസൈസ് ചെയ്യുകയാണ് അല്ലെ, എങ്ങനെ നടക്കണം, എങ്ങനെ ഒരു ഇന്ത്യൻ ആവാം. സോ ഇന്ത്യൻനെസ് എന്നുള്ളതിനെ അല്ലെ അവർ ആദ്യം തന്നെ കളിയാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെയല്ലേ പലരും അല്ലേ എന്നെ എങ്ങനെ ഒരു ഇന്ത്യൻ ആക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് നോക്കി. ഡോണ്ട് റൈറ്റ് ഇൻ ഇംഗ്ലീഷ്, ദേ സെഡ് ഇംഗ്ലീഷ് ഈസ് നോട്ട് യുവർ മദർ ടങ്. അല്ല നീ എന്തിനാ കമലേ അല്ലെ ഇന്ത്യൻ ആയ നീ ഇംഗ്ലീഷിൽ എഴുതുന്നത്? ഇംഗ്ലീഷ് എന്താ അല്ലെ ആ ഒരു ആംഗലേയ ഭാഷ നിന്റെ ഭാഷയാണോ അല്ലെ? മദർ ടങ് അല്ലെ, മദർ ടങ് എന്നുള്ളതാണ്. സോ വാട്ട് ഈസ് യുവർ മദർ ടങ്? സോ ട്രൈ ടു ബി ആൻ ഇന്ത്യൻ അല്ലെ എന്നുള്ളതാണ്. ആൻ ഇന്ത്യൻ കൾച്ചർ ഈസ് വെരി പേട്രിയാർക്കൽ. An English culture, they get almost equal rights. അതാണ് പ്രശ്നം. ഇംഗ്ലീഷ് കൾച്ചറിൽ നോക്കിയാൽ മതി അല്ലെ, സ്ത്രീകളോട് ഇങ്ങനെ രണ്ടാം കിടമായിട്ടുള്ള പെരുമാറ്റം അധികം നമ്മൾ അല്ലെ ആ ഒരു 1950s ടൈമിലൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് അല്ലെ. വെറും രണ്ടാം കിടയായിട്ട് അല്ലെ ഇന്ത്യക്കാർ അല്ലെ ഇന്ത്യൻ സ്ത്രീകളെ ട്രീറ്റ് ചെയ്ത പോലെയുള്ള ട്രീറ്റ്മെന്റ് അവിടെ ഇല്ല. സോ ഇംഗ്ലീഷ്നെസ് അല്ലെ കമലാദാസ് സ്വീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അവരെന്താണ് ഒരു സ്വതന്ത്രയായ സ്ത്രീ അല്ലെ ആവുക എന്നുള്ള കാര്യം കൂടിയാണ് അവിടെ ചെയ്യുന്നത് അല്ലെ. കുറച്ചുകൂടി എന്താണ് ഒരു പുരുഷനോ ഈക്വൽ ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലോട്ട് വരിക അല്ലെ. അങ്ങനെ വരുന്നതല്ലേ മറ്റുള്ളവർക്ക് സഹിക്കുക? ഒരിക്കലുമില്ല അല്ലെ. സോ ആ ഒരു ഇംഗ്ലീഷ് കൾച്ചർ എന്ന് പറയുന്നത് അതാണ് അല്ലെ. സ്ത്രീകൾ ട്രൗസർ ഉടുക്കും അല്ലെ, ബനിയൻ ഇട്ട് നടക്കും. സോ ഇതൊക്കെയാണ്. സോ ഇതൊന്നും ഒന്നും ചെയ്യില്ല, മറ്റുള്ളവർക്കല്ലേ ദഹിക്കുന്ന കാര്യമല്ല. സോ നീ ഇംഗ്ലീഷിൽ എഴുതാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ തന്നെ അല്ലേ എന്താണ് അവരല്ലേ ബാക്കിയുള്ളത് അവിടെ ഇങ്ങനെ കിടക്കുകയാണല്ലേ. ഇനിയിപ്പോ നീ അങ്ങനെയൊക്കെ മാറും എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നതാ. സോ ആദ്യം തന്നെ അല്ലേ അവർ പറയാനുണ്ട്, ഡോണ്ട് റൈറ്റ് ഇൻ ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ഈസ് നോട്ട് യുവർ മദർ ടങ്. സോ അല്ലെ ഇംഗ്ലീഷ് നിന്റെ മദർ ടങ് അല്ല. സോ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ വരുന്നത് കൊണ്ടാണ് കമലാദാസ് ആദ്യം തന്നെ അല്ലേ എടുത്തു പറഞ്ഞത്, ഐ ആം ഇന്ത്യൻ, വെരി ബ്രൗൺ, ബോൺ ഇൻ മലബാർ അല്ലെ. സോ അത് ആ ഒരു കാര്യമല്ലേ അവരെന്ത് ചെയ്യാണ് ശരിക്കും ഈ വിമർശകരുടെ വായിലോട്ട് അങ്ങ് അല്ലെ കുത്തിക്കയറ്റി കൊടുക്കുകയാണ് ആദ്യം തന്നെ ചെയ്യുന്നത്. Why not leave me alone? Critics, friends, visiting cousins, every one of you. അല്ലെ എന്താണ് നിങ്ങളിത് അല്ലെ എൻ്റെ പിറകെ നടന്നിങ്ങനെ ടൈം വേസ്റ്റ് ആക്കണോ? എന്നെ വെറുതെ വിട് അല്ലെ. നിങ്ങൾ വിമർശകർ, ഫ്രണ്ട്സ്, വിസിറ്റിംഗ് കസിൻസ്, എവ്രി വൺ ഓഫ് യു അല്ലെ, ഒരു മാറ്റവും ഇല്ലല്ലോ. നിങ്ങളെല്ലാം അല്ലെ ഒരേ അച്ചിൽ വാർത്ത ആൾക്കാരെ പോലെയാണ് അല്ലെ. ഓൾ ആർ ക്രിട്ടിക്സ് ആണ് എല്ലാവരും. ഫ്രണ്ട്സ് ആവട്ടെ, വിസിറ്റേഴ്സ് ആവട്ടെ അല്ലെ, കസിൻസ് ആവട്ടെ, എല്ലാവരും വെറും വിമർശകരാണ്. സോ കമലാദാസ് അല്ലെ എന്താ പറയുന്നത്, മൈൻഡ് യുവർ ബിസിനസ് എന്ന് തന്നെയാണ് അല്ലെ. സോ എന്തിനാ എൻ്റെ പിറകെ ഇങ്ങനെ നടക്കുന്നത്, വേറെ പണിയൊന്നുമില്ലേ. വൈ നോട്ട് ലെറ്റ് മീ സ്പീക്ക് ഇൻ എനി ലാംഗ്വേജ് ഐ ലൈക്ക് അല്ലെ. ഇറ്റ്സ് മൈ ഇൻട്രസ്റ്റ്, എൻ്റെ ഇൻട്രസ്റ്റ് ആണ് അത്. ഞാൻ അല്ലെ എൻ്റെ ഭാഷ എന്ന് പറയുന്നത് അല്ലെ ഞാനാകുന്ന വ്യക്തി അല്ലെ മൗൾഡ് ചെയ്യപ്പെട്ടില്ല സർക്കംസ്റ്റാൻസും അല്ലെ ആ ഒരു മാനസികാവസ്ഥയും ഒക്കെ എനിക്ക് നൽകുന്ന അല്ലെ ഒരു എന്താണ് ടങ്ങാണ് അത് അല്ലേ. അത് എൻ്റെ സ്വാതന്ത്ര്യം അല്ലേ. നിങ്ങൾ എന്തിനാ അല്ലേ അതിൽ കയറി ഇടപെടുന്നത് എന്നുള്ളതാണ്.
സോ വ്യക്തിപരമായ അല്ല ആ ഒരു ഫ്രീഡത്തിൽ, എസ്പെഷ്യലി ഒരു എഴുത്തുകാരിയുടെ ഫ്രീഡത്തിൽ അല്ലെ കയറി ഇടപെടാൻ നോക്കുക എന്ന് പറഞ്ഞാൽ അല്ല എഴുത്തുകാരി ചിലപ്പോൾ ഭ്രാന്തിയായി മാറും. കാരണം അല്ല മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ കയറുന്ന പോലെയല്ല ഇവിടെ അല്ലെ ഭയങ്കരമായ ഒരു റിയാക്ഷൻ പ്രതീക്ഷിക്കാം. സോ അത് തന്നെയാണ് കമലാദാസ് അല്ലെ ചെയ്യുന്നത്. വൈ നോട്ട് ലെറ്റ് മീ സ്പീക്ക് ഇൻ എനി ലാംഗ്വേജ് ഐ ലൈക്ക് അല്ല. സോ എന്നെ എന്തിനിങ്ങനെ അല്ലെ ക്രൂശിക്കണം എന്നുള്ളതാണ്. ദ ലാംഗ്വേജ് ഐ സ്പീക്ക് ബിക്കംസ് മൈൻ അല്ല. ഞാൻ സംസാരിക്കുന്ന ഭാഷ ഏതോ അത് എന്റേതാണ്. ഇറ്റ്സ് ഡിസ്റ്റോർഷൻ, ഇറ്റ്സ് ക്യൂർനെസ്, ഓൾ മൈൻ അലോൺ. സോ അവിടെ അഫേം ചെയ്തിരിക്കുകയാണല്ലേ. വെരി ബ്രൗൺ എന്ന് അഫേം ചെയ്ത പോലെ അല്ലെ മൈൻ അലോൺ എന്ന് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. സോ അല്ലെ ഞാൻ ഇന്ത്യക്കാരി തന്നെയാണ് അല്ലെ. സോ ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഒരു ബോർഡറിൽ നിൽക്കൂ എന്നുള്ള നിങ്ങളുടെ ആശയം, നിങ്ങളുടെ ആ ഒരു അല്ലെ ചുരുങ്ങിയ കാഴ്ചപ്പാട് അത് ആദ്യം പൊളിച്ചു മാറ്റി എന്നുള്ളതാണ് കമലാദാസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഇതൊരു അല്ലെ വല്ലാത്തൊരു സ്ട്രഗിളാണ്. അതായത് ആ ഒരു അല്ലെ 1945 കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തിലെ ഇംഗ്ലീഷ് എന്നുള്ളതിനെ അല്ലെ മുഴുവനായും 1947 അല്ലെ അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് എന്നുള്ളതിന് മുഴുവനായും അല്ലെ തുടച്ചു നീക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർ അവരല്ലേ ഇങ്ങനെ പറയുകയാണ്. ബട്ട് കവയിത്രി അല്ലെ നമുക്കറിയാം ഒരു കവയിത്രി അല്ലെ ഒരു എഴുത്തുകാരി അവളല്ലേ ലോകായികതയാണ് പ്രതിനിധീകരിക്കുന്നത്. അല്ലാതെ അല്ലെ ഒരു പെർട്ടിക്കുലർ തിങ്ങോ അല്ലെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളോ അല്ല. ലോകത്തോളം വളർന്നു നിൽക്കുന്നവളാണ് അല്ലെ ഒരു എഴുത്തുകാരി എന്ന് പറയുന്നത്. സോ അവിടെ അല്ലെ പോയിട്ട് എന്ത് ചെയ്യൂ, നീ അല്ലെ നിന്റെ ഇന്ത്യൻനെസ് ഇത്ര ഒതുക്കൂ അല്ലെ എന്ന് പറയുന്നതിൽ ഒരു ശരിയുമില്ല. സോ ആ ഒരു കോണ്ടെക്സ്റ്റ് അല്ലെ ആ ഒരു ടൈം നോക്കുകയാണെങ്കിൽ എല്ലാ അല്ലെ എന്താണ് പോസ്റ്റ് മോഡേൺ കണ്ടീഷനാണ് അല്ലെ വേൾഡിന്റെ. ഐഡന്റിറ്റി ക്രൈസിസിൽ നിൽക്കുന്നവരാണ് അല്ലെ ഓരോ ഇന്ത്യക്കാരും. കാരണം അല്ലെ ഇംഗ്ലീഷ് സംസ്കാരം ഉപേക്ഷിച്ചു പോയ അല്ലെ പലതരം എന്താണ് കൾച്ചേഴ്സ് അവിടെ നിൽക്കുകയാണ്. സോ ഇന്ത്യൻ അല്ലെ എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ അല്ലെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ ആയിട്ടുള്ളത് മാത്രം സ്വീകരിക്കൂ അല്ലെ, ബാക്കിയെല്ലാം ഉപേക്ഷിക്കുക. സോ ശരിക്കും ഇന്ത്യ എന്നുള്ള ഒരു രാജ്യം തന്നെ അല്ലെ അതിലെ ഓരോ വ്യക്തിയും ഐഡന്റിറ്റി ക്രൈസിസിൽ നിൽക്കുകയാണ്. സോ അത് അല്ലെ എന്ത് ചെയ്യാണ് അവർ അല്ലേ ആ ഒരു റൈറ്ററിന്റെ മേത്തും കൂടി ഇങ്ങനെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും കൂടിയാണ്. കാരണം അല്ലെ ഇംഗ്ലീഷ് എന്ന് പറയുന്നതിനെ ഉപേക്ഷിക്കൂ എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു ഹേറ്റ്രഡ് അല്ലെ അവരുടെ നേരേക്കും തിരിച്ചുവിടുകയാണ്. ഇവിടെ കമലാദാസിനല്ല അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിന്റെ ആവശ്യമില്ല. ഷീസ് അല്ലെ യൂണിവേഴ്സൽ റൈറ്റർ ആണ്. അതുകൊണ്ട് തന്നെയാ പറഞ്ഞത് ഞാൻ ഇന്ത്യക്കാരി തന്നെയാണ്, വെരി ബ്രൗൺ ആണ്, ബോൺ ഇൻ മലബാർ ആണ്. എങ്കിലും അല്ലെ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ബനിയനിടാം അല്ലെ, ഞാൻ മതിലുമേൽ കയറിയിരിക്കാം. കാലം മാറി എന്നുള്ളത് അല്ലെ കമലാദാസ് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയല്ല എന്താണ് എന്റെ ഭാഷ അല്ലെ അതിൽ കയറിക്കൂടിയ ഇംഗ്ലീഷിനെയും അല്ലെ അടിച്ചു വാരി തൂത്ത് കളഞ്ഞ് അല്ലെ വൃത്തിയാക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഭാഷ എങ്ങനെയോ ആവട്ടെ, അതെന്റെ കാര്യമാണ്. സോ ദ ലാംഗ്വേജ് ഐ സ്പീക്ക് ബിക്കംസ് മൈൻ അല്ലെ എന്റേതാണത്. ഇറ്റ്സ് ഡിസ്റ്റോർഷൻ, അതിന്റെ അല്ലെ ആ ഒരു വളവും തിരിവും അല്ലെ അതിന്റെ ആ ഒരു ഗതിവിഗതികൾ. ഇറ്റ്സ് ക്യൂർനെസ് അല്ലെ അതിന്റെ ആ ഒരു സ്ട്രേഞ്ച്നെസ് അല്ലെ ആ ഒരു അപരിചിതത്വം ഒക്കെയും അല്ലെ അതൊക്കെയും എന്റേതാണ് അല്ലെ അത് എന്റേതായി തന്നെ ഇരിക്കട്ടെ എന്നുള്ളതാണ്. സോ ഞാൻ എന്ന വ്യക്തിയെ അല്ലെ നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ എന്നുള്ള ഒരു വാശി അല്ല ആണ് നമ്മളിവിടെ ശരിക്കും കാണുന്നത്. സോ നെഹ്റുവിനെ പോലുള്ളവരെ അല്ലെ ഇങ്ങനെ പ്രതിഷ്ഠിക്കുന്ന അല്ലെ ആ ഒരു വിദ്യാഭ്യാസ സംസ്കാരം അല്ലെ എന്തുകൊണ്ട് ഒരു സ്ത്രീയെ അല്ലെ പ്രതിഷ്ഠിക്കുന്നില്ല എവിടെയും. സോ അതിനല്ലേ ആ ഒരു മാറ്റത്തിന്റെ ഒരു തുടക്കക്കാരിയായിട്ടല്ലേ എനിക്ക് വന്നേ പറ്റൂ എന്നുള്ളൊരു വാശി നമുക്ക് ഇവിടെയെല്ലാം കാണാമെന്നുള്ളതാണ്. It is half English, half Indian, funny perhaps, but it is honest. It is as human as I am human, don't you see? സോ എന്ന് പറയുന്നത് അല്ലെ എൻ്റെ ഭാഷ അല്ലെ അത് എന്താണ് ഹാഫ് ഇംഗ്ലീഷ് ഹാഫ് ഇന്ത്യൻ ആയിരിക്കാം. അതല്ലേ അങ്ങനെ ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കാം ഫണ്ണി ആയിരിക്കാം അല്ലെ, ഹാഫ് മാൻ ആൻഡ് ഹാഫ് വുമൺ എന്ന് പറയും പോലെയാണ്. സോ അല്ലെ ഒരു എഴുത്തുകാരിയെ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനെ നമ്മളല്ലേ ഒരിക്കലും വെറുമൊരു പുരുഷനായി വെറുമൊരു സ്ത്രീയായി മാത്രമോ അവരോധിക്കാൻ
പറ്റില്ല എന്നുള്ളതാണ്. ഒരു യഥാർത്ഥ എഴുത്തുകാരൻ ശരിക്കുമല്ലേ എന്തായിരിക്കും? ഒരു യൂനക് തന്നെയായിരിക്കും അല്ലെ, ഒരു ഹിജഡ, ഒരു അല്ലെങ്കിൽ എന്താണ് ഒരു നപുംസകം എന്ന് വിളിക്കുന്ന അല്ലെ, അവഹേളിക്കുന്ന ആ ഒരു ലെവലിലോട്ട് വളർന്നവനായിരിക്കും എന്നുള്ളതാണ്. സോ വളർന്നവൻ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതൊരു അല്ലെ ഉയർന്ന ചിന്താഗതിയാണ് അല്ലെ. പുരുഷനെയും സ്ത്രീയെയും ഒരു ഹിജഡയായാൽ പോലും ഒരേപോലെ കാണാൻ കഴിവുള്ള അല്ലെ ഒരു ദൈവത്തിന്റെ കണ്ണാണത്. അതാണ് ഒരു എഴുത്തുകാരന്റെ ഐ എന്ന് പറയുന്നത്. അത് അല്ലെ എന്താണ് അതിനെ അല്ലെ ഹാഫ് ഇംഗ്ലീഷ്, ഹാഫ് ഇന്ത്യൻ, ഹാഫ് മാൻ, ഹാഫ് വുമൺ എന്ന് പറഞ്ഞല്ലേ നിങ്ങൾ അപമാനിച്ചാലും അതെന്താണ്? അത് അല്ലെ നിങ്ങൾക്ക് ഫണ്ണി ആയിട്ട് തോന്നുകയാണെങ്കിലും അല്ലെ, നമുക്കറിയാം ഒരു ഹിജഡയെ കണ്ട അല്ലെ പലരും ചിരിക്കുമെന്നുള്ളതാണ്. നമ്മളെ കമലാദാസിന്റെ അല്ലെ കവിതാ സമാഹാരം തുടങ്ങുന്നത് തന്നെ ആ ഒരു അല്ലെ ഐഡന്റിറ്റിയെ ഉദ്ധരിച്ചുകൊണ്ടാണ്. നമ്മൾ പറഞ്ഞു കമലാദാസിന്റെ ഈ ഒരു പോയത്തിൽ കമലാദാസ് ഒരുപാട് പേരുകൾ അല്ലെ പറയുന്നുണ്ട്. മാധവി കുട്ടി അല്ലെ എന്ന് പറയുന്നുണ്ട്, ആമി, കമല, പിന്നെ അതിനപ്പുറത്തോട്ടും അല്ലെ പേരുകൾ എടുത്ത് സ്വയം എഴുത്തണിയുന്നവളുമാണ് കമലാദാസ്. എന്നിട്ടുമല്ല ഈ പേരിനുള്ളിൽ ഒന്നും ഒതുക്കി വെക്കാൻ പറ്റാത്ത വ്യക്തിത്വം ഉണ്ടോ കമലെ? അതുകൊണ്ട് അല്ലെ ആണോ അല്ലെ ഈ ഒരു സമ്മർ ഇൻ കൽക്കട്ടയിലെ ആദ്യത്തെ കവിത അല്ലെ ഒരു ഡാൻസ് ഓഫ് ദ യൂനക് ആയിപ്പോയത്? കാരണം അല്ലെ ഈ ഒരു പേരുകളിലൊക്കെയും ഒതുങ്ങാത്ത ഒരു വ്യക്തിത്വമാണ് അല്ലെ കവിത്രിയുടേത്. അത് തന്നെയാണ്, അത് അങ്ങനെയുള്ളവരെ അല്ലെ എഴുത്തുകാരായിട്ട് മാറുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അല്ലേ എന്നെ എന്ത് ചെയ്യണ്ട, ഇങ്ങനെയല്ലേ പകുതി ഇംഗ്ലീഷ് പകുതി മലയാളം അല്ലെ എന്ന് തിരഞ്ഞിരിക്കേണ്ട ആവശ്യം ഇല്ല. അത് അല്ലെ നിങ്ങൾക്ക് തമാശയായിരിക്കും അല്ലെ, കണ്ടു നിൽക്കുന്നവനൊരു ഹിജഡയുടെ അല്ലെ ചേഷ്ടകളൊക്കെ അല്ലെ തമാശയാണ് അല്ലെ, ബട്ട് ഇറ്റ് ഈസ് ഓണസ്റ്റ്. അതാണ് സത്യം അല്ലെ. സത്യത്തോട് ഉറച്ചു നിൽക്കുന്നവനാണ് ഒരു എഴുത്തുകാരൻ എന്നുള്ളതാണ്. മനസ്സിന്റെ അല്ലെ ഭാഷയോട് സത്യസന്ധത പുലർത്തുന്നവനാണ് എഴുത്തുകാരൻ. അല്ല അവിടെ കള്ളത്തരം കൊണ്ട് എഴുതാൻ നിന്നാൽ അല്ലെ ഒരു എഴുത്തുകാരന് സ്ട്രെസ് ഒഴിഞ്ഞ സമയം ഉണ്ടാവില്ല. സോ ആ ഒരു ശാന്തത അല്ലെ നമുക്ക് ഓരോ വാക്കിലും അവരുടെ കമലാദാസിന്റെ വാക്കുകളിൽ കേൾക്കാമെന്നുള്ളതാണ് അല്ലെ. ശാന്തമായിട്ടിരിക്കുന്ന ആൾ, എഴുത്തിന്റെ ആ ഒരു ശാന്തത, അവർ സംസാരിക്കുന്ന ഒരു എഴുത്തുകാരനും അല്ലെ ശരിയായിട്ടുള്ള ഒരു എഴുത്തുകാരനാണെങ്കിൽ അല്ലെ അവൻ സംസാരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അവൻ ഒരു എഴുത്തുകാരനാണോ എന്നുള്ളത്. അവൻ ആ ഒരു ഇന്നർ പീസ് അല്ലെ ആ ഒരു ആന്തരികമായ ഒരു സമാധാനത്തിലോട്ട് ഒരു തപസ്സിലൂടെ അല്ലെ സ്വയം മുക്തി നേടി വന്നവനായിരിക്കും. അങ്ങനെയുള്ളവനെ എഴുത്തുകാരൻ ആവുള്ളൂ. സോ അതാണ് ഇവിടെ കമലാദാസ് പറയുന്നത്. ഇറ്റ് ഈസ് ഓണസ്റ്റ് അല്ലെ, ആ ഒരു ഓണസ്റ്റ്, ആ ഒരു സത്യസന്ധത എന്നുള്ളതാണ്. സോ അതിലാണ് എനിക്ക് വേണ്ടത്. അല്ലാതെ ഞാൻ ഇംഗ്ലീഷ് മാത്രം പറയുന്നോ അല്ലെ ഇന്ത്യക്കാരെ അല്ലെ വാരി പുണർന്ന് ഞാൻ ബാക്കിയൊക്കെയും ഉപേക്ഷിക്കുന്നോ അല്ലെ ഇംഗ്ലീഷ് ആയതെല്ലാം അല്ലെ ഇന്ത്യൻനെസ് എന്നുള്ളത് പ്രൊജക്റ്റ് ചെയ്യാൻ എടുത്തുപിടിക്കുന്നു, ഇതൊന്നും അല്ല മാറ്റർ. ഞാനല്ലേ എന്ത് എന്നുള്ളത് ആണ്. കാലം മാറി അല്ലെ നമ്മള് ആ ഒരു യുഗത്തിന്റെ അല്ലെ ആവശ്യം, ഓരോരോ ടൈമിന്റെയും ആവശ്യം മനസ്സിലാക്കിയല്ലേ നമ്മളെ നമ്മൾ സ്വയം അല്ലെ ഉയർന്നു വരിക എന്നുള്ളതാണ്. പിന്നെ ഒരു കവയിത്രിയെ സംബന്ധിച്ച്, എഴുത്തുകാരിയെ സംബന്ധിച്ച് അല്ലെ പ്രത്യേകിച്ച് ഒരു എന്തിലെങ്കിലും ഒരു ഒട്ടി നിൽക്കേണ്ട ആവശ്യം ഇല്ല. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഇറ്റ് ഈസ് ആസ് ഹ്യൂമൻ ആസ് ഐ ആം ഹ്യൂമൻ. സോ അത് വളരെ ഭയങ്കരമായ ഒരു പരിഹാസമാണ്. സോ എല്ലാവർക്കും നേരെയുള്ള ഒരു ഭയങ്കര പരിഹാസമാണ്. സോ ഇറ്റ് ഈസ് ആസ് ഹ്യൂമൻ ആസ് ഐ ആം ഹ്യൂമൻ. സോ അല്ലെ നിങ്ങൾ എന്ത് ചെയ്യുക അല്ലെ, നിങ്ങൾ ഈ പരസ്പരം അല്ലെ എന്താണ് പുരുഷൻ എന്ന് വേർതിരിക്കുന്നു, സ്ത്രീ എന്ന് വേർതിരിക്കുന്നു, ഇംഗ്ലീഷ് എന്ന് വേർതിരിക്കുന്നു, ഇന്ത്യൻ എന്ന് വേർതിരിക്കുന്നു. നമ്മളല്ലേ ഇതൊക്കെയും ഓക്കെ മാറ്റർ ആണെങ്കിൽ അല്ലെ ആണ് ഒരു ലൈക്ക് ഒരു കുറച്ചൊക്കെ മാറ്റർ ആണ്. ബട്ട് ഇതിനൊക്കെ അല്ല അടിസ്ഥാനമായിട്ട് നിൽക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളല്ലേ ഇപ്പം ആദ്യം നമ്മൾ ഒരു ജീവിയെ മനസ്സിലാക്കാൻ പഠിച്ചാൽ മതി അല്ലെ. നമ്മൾ ഒരു മനുഷ്യനാവണ്ട അല്ലെ, നമ്മൾ എന്തായാൽ മതി, ജസ്റ്റ് ഒരു ജന്തു ആയാൽ മതി. ജന്തു എന്ന് തന്നെ പറയാം അല്ലെ. ജീവി എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്താ പറയാ ഒരു തരം അല്ലെ ഡിസ്കസ്റ്റോടെ അല്ലെങ്കിൽ ആ ഒരു ഡിഗ്രേഡ് ചെയ്ത് അല്ല ഉപയോഗിക്കുന്ന വേർഡാണ് ജന്തു. ഒരു ജന്തു മാത്രമായാൽ മതി ഓരോ മനുഷ്യന് അല്ല. ആദ്യം ആ ഒരു ലെവലിൽ നിന്നെങ്കിലും ചിന്തിക്കാനല്ലേ നമുക്ക്
പറ്റണം എന്നുള്ളതാണ്. എന്നിട്ട് വേണം അല്ലെ സ്വയം നമ്മൾ ഈ ഉയർന്ന് ചിന്തിക്കുന്ന ലെവലിലുള്ള ആ ഒരു ടേം മനുഷ്യൻ മനുഷ്യൻ എന്ന് പറഞ്ഞാലല്ലേ ആ ഒരു മാനുഷിക മൂല്യങ്ങൾ മനസ്സിലാക്കുന്നവൻ എന്നുള്ളതാണ്. സോ അങ്ങനെ ഒരു ലെവലിലോട്ടൊക്കെ എടുത്ത് അല്ലെ പട്ടങ്ങൾ സ്വയം ചാർത്തുന്നവരല്ലേ എന്ത് പഠിക്കണം? ആദ്യമല്ലേ മൃഗം എന്നുള്ള രീതിയിൽ സ്വയം അല്ലെ സഹാനുഭൂതിയോടെയും അല്ലെ ആ ഒരു മൃഗലോകത്തിന്റെ ആ ഒരു ഭാഷയെങ്കിലും അല്ലെ സ്വയം പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. എന്നിട്ട് നമ്മളല്ലേ പലതരം വേർതിരിവുകളിലേക്ക് വരാവും. അത് പുരുഷനായാലും അല്ലെ ഒരു ഹിജഡ ആയാലും സ്ത്രീ ആയാലും ഒരു ഇംഗ്ലീഷ് എന്നോ ഇന്ത്യൻ എന്നോ പിന്നെയും ഡിവിഷനാണ് അല്ലെ. സ്റ്റേറ്റ് ഡിവിഷൻ, ഡിസ്ട്രിക്ട് ഡിവിഷൻ അല്ലെ, പഞ്ചായത്ത് ഡിവിഷൻ, ഇങ്ങനെ ഡിവൈഡ് ചെയ്തല്ല നമ്മളിങ്ങനെ സ്വയം അഭിമാനിക്കുന്നവരാണ് അല്ലെ. അതുകൊണ്ട് കമലാദാസ് ഇവിടെ ചോദിക്കുന്നത് ഇറ്റ് ഈസ് ആസ് ഹ്യൂമൻ ആസ് ഐ ആം ഹ്യൂമൻ. എന്നിലെ അല്ലെ മനുഷ്യനെ നിങ്ങൾ കാണുന്നുണ്ടോ? സോ അല്ലെ എന്നിലെ മനുഷ്യനെ കാണാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഞാൻ ഹ്യൂമൻ ആണ് അല്ലെ, ഞാൻ മനുഷ്യനാണ്. ഡോണ്ട് യു സീ അല്ലെ, നിങ്ങൾ കാണുന്നുണ്ടോ? യു വിൽ നെവർ സീ അല്ലെ, നിങ്ങൾ കാണില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കവിത്രി ചോദിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? അത് കാണാനുള്ള അല്ലെ ഒരു വിശാലമായ കണ്ണ് നിങ്ങൾക്ക് കൈവന്നിട്ടുണ്ടോ എന്നുള്ളതാണ് കവിത്രി ചോദിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ അല്ലെ ഈ ഒരു പൊയ്കയിൽ അപ്പച്ചനെയൊക്കെ പോലെ അല്ലെ ആ ഒരു നേഷണലിസ്റ്റ് റെട്രിക് അല്ലെ, അതും എന്താണ് ഏറിയാൽ അല്ലെ അപകടമാണെന്ന് പൊയ്കയിൽ അപ്പച്ചൻ പറഞ്ഞത് അല്ലെ. അത് തന്നെയാണ് കമലാദാസനും പറയാനുള്ളത് അല്ലെ. ഒരുതരം ഭ്രാന്തമായ നേഷണലിസം അല്ലെ, അതെന്താണ് അപകടമാണ്, അത് അല്ലെ തെറ്റാണ്. സോ യു കാണ്ട് സീ എന്നുള്ളതാണ്. ക്യാൻ യു സീ അല്ലെ, യു നെവർ ചൂസ് ടു സീ അല്ലെ, നിങ്ങൾ ഒരിക്കലും കാണാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഹ്രസ്വദൃഷ്ടി അല്ലെ, ആ ഒരു ഷോർട്ട് സൈറ്റഡ്നെസ്. സോ അതുകൊണ്ട് അവരല്ലേ ആദ്യം തന്നെ പലതും ഇങ്ങനെ എടുത്തെടുത്ത് അല്ലെ പിന്നെയും തേച്ച് മിനുക്കി പറയുന്നത്. ഐ ആം ഇന്ത്യൻ, വെരി ബ്രൗൺ അല്ലെ എന്ന് പറഞ്ഞാൽ മതി. വെരി ബ്രൗൺ എന്നൊന്നും അല്ലെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് നോക്കിയേ. പിന്നെ ഇതിനുള്ളിലൊക്കെയും അല്ലെ ഒരു പൊളിറ്റിക്സും ഉണ്ട്. ആ ഒരു അല്ലെ ജെൻഡർ പൊളിറ്റിക്സ്. പുരുഷന് അല്ലെ ഇന്ത്യൻ എന്ന് പറയുമ്പോൾ അല്ലെ നമ്മൾ പറയാറുണ്ട് എല്ലാ ഇന്ത്യക്കാരനും അല്ലെ ഒരേ റൈറ്റ്. അതൊക്കെ സാധ്യമാണോ? ഏതെങ്കിലും ഒരു നൂറ്റാണ്ടിൽ അത് സാധ്യമായിട്ടുണ്ടോ? ഇപ്പോഴും സാധ്യമാണോ അത്? എല്ലാ ഇന്ത്യക്കാരനും ഒരേ അല്ലെ അവകാശങ്ങൾ, ഒരേ റൈറ്റ്. ആർക്കാണ് ഒരേ റൈറ്റ് കിട്ടുന്നത്? ഒരിക്കലും ഇല്ല അല്ലെ. പ്രിവിലേജ്ഡ് ആയിട്ടുള്ളവൻ അവന് ഒരു റൈറ്റ് തന്നെയാണ് അല്ലെ. അങ്ങനെ പ്രിവിലേജിൽ ഇല്ലാത്തവൻ അവന് വേറെ റൈറ്റ് തന്നെയാണ്. അത് നമ്മളല്ലേ അങ്ങനെ അല്ല എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ആവാതെ ഇരിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളെല്ലാവരും അല്ലെ ആ ഒരു ബോധത്തിൽ ജീവിക്കുന്നവരാണ്. നമുക്കറിയാം അത് അല്ലെ. ബട്ട് നമ്മളെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലെ, നമ്മളതിങ്ങനെ മറച്ചു വെക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അല്ലെ നെഹ്റു എന്നെടുത്ത് പറഞ്ഞ് നെഹ്റുവിനെ അല്ലെ ഒരു വിവരണവും എക്സ്ട്രാ അല്ല ഫിറ്റിംഗ് ഒന്നും നെഹ്റുവിന് കൊടുത്തിട്ടില്ല. ബട്ട് എനിക്ക് അല്ലെ ഇതൊക്കെയും ആവശ്യമുണ്ട്. ഞാൻ ആര് അല്ലെ, ഐ ടു കോൾ മൈസെൽഫ് ഐ എന്നുള്ള ആ ഒരു ഒറ്റ ടേമിലോട്ട് വരാൻ അല്ലെ എനിക്ക് ഇത്രയും ഈ ഒരു 59 ലൈൻസിലൂടെ കടന്നു വരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ദാറ്റ് ഈസ് ദ പ്രെഡിക്കമെന്റ് ഓഫ് എ വുമൻ അല്ലെ, ഒരു സ്ത്രീയുടെ ആ ഒരു അല്ലെ പരിതാപകരമായ അവസ്ഥ. എസ്പെഷ്യലി ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അല്ലെ, ഇന്ത്യൻ കൾച്ചറിൽ ജീവിക്കുന്ന സ്ത്രീയുടെ അവസ്ഥ ഇതാണ്. So any next നോക്കേ. It voices my joys, my longings, my hopes, and it's useful to me as going is to crows or rowing is to the lions. സോ നോക്കവിടെ അല്ലെ. സോ നിങ്ങൾ അല്ലെ ഇതാ പറഞ്ഞത് മനുഷ്യനാവേണ്ട ആവശ്യം ഇല്ല അല്ലെ, ജസ്റ്റ് അല്ലെ ഒരു ഈക്വൽ ആയിട്ടുള്ള റൈറ്റ് അല്ലെ അനുവദിക്കുന്നു എന്ന് ഭരണഘടനയൊക്കെ പറയുന്നുണ്ട്. സോ നിങ്ങളല്ലേ ആദ്യം എന്തായാൽ മതി, ജസ്റ്റ് അല്ലെ ഒരു മൃഗത്തിന്റെ ആ ഒരു ലെവലിലോട്ടെങ്കിലും ചിന്തിക്കാനുള്ള ആൾക്കാരായാൽ മതി എന്നുള്ളതാണ്. സോ എൻ്റെ അല്ലെ സന്തോഷങ്ങളെ എക്സ്പ്രസ് ചെയ്യുന്ന ഭാഷയാണത് അല്ലെ, എൻ്റെ ലോങ്ങിങ്സ്, എൻ്റെ ആഗ്രഹങ്ങൾ അല്ലെ, എൻ്റെ തുഷ്ടികൾ അല്ലെ, അതിന് എന്താ പറയുക രൂപം നൽകുന്ന അല്ലെ ഒരു കാര്യമാണ് എൻ്റെ ഭാഷ. എൻ്റെ ഹോപ്സ് അല്ലെ, എൻ്റെ പ്രതീക്ഷകൾ, അതിൻ്റെ അല്ലെ ഒരു ഭാഷയാണത്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു മീ ആസ് കോയിങ് ഈസ് ടു ക്രോസ് ഓർ റോറിങ് ഈസ് ടു ദി ലയൺസ്. സോ അല്ലെ കാക്കയ്ക്ക് അല്ലെ ആ ഒരു കാക്ക കരയുന്നത് എങ്ങനെയാണോ അല്ലെ, അല്ലെങ്കിൽ ഒരു ലയണിന് അല്ലെ ഒരു സിംഹത്തിന് ആ ഒരു അലർച്ച അല്ലെ, സിംഹത്തിന്റെ ഗർജനം എങ്ങനെയാണോ
അതുപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ ഭാഷ എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളെ കവയിത്രി അവിടെ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ടേംസ് നോക്കുക. ലയൺ എന്നാണ് പറഞ്ഞത്, ലയണസ് അല്ല, അല്ലെ, ഒരു ഫീമെയിൽ ആനിമലിനെ അല്ല പറയുന്നത്. സോ ഇവിടെ ആ ഒരു റോറിങ് എന്ന് പറയുന്നതല്ലേ, ഒച്ച, സൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും പുരുഷനായിട്ട് കൽപ്പിക്കപ്പെട്ടതാണ്, അല്ലെ. സ്ത്രീ നിശബ്ദമായി കരയാം, അല്ലെ, എപ്പോഴും അതാണ് ടേം, നിശബ്ദമായി, അല്ലെ, മുറിയുടെ ഒരു കോണിലിരുന്ന് കരയുക എന്നുള്ളതാണ്. സോ അല്ലെ, അതാണ് സ്ത്രീക്ക് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ സ്ത്രീക്ക് എപ്പോഴും അതാണ് പറഞ്ഞത്, അല്ലെ. ഗർജനം അവൾക്ക് പറഞ്ഞിട്ടുള്ള ഒരു അല്ലെ ടോൺ അല്ല. ഇവിടെ പ്രത്യേകിച്ചല്ലേ ലയണാണ് ഗർജിക്കുന്നത്, പുരുഷ അല്ലെ സിംഹമാണ്. സോ അല്ലെ, ഞാൻ എന്നെ കൺസിഡർ ചെയ്യുന്നത് ഈക്വലി ഒരു മെയിലിന്റെ അല്ലെ അതേ അവകാശമുള്ളവളായിട്ടാണ്. ബട്ട് അല്ലെ, അത് പോയിട്ട് അല്ലെ എനിക്ക് എന്താണ് ഒരു ഹിജടക്കുള്ള റൈറ്റ് പോലും കിട്ടുന്നില്ല എന്നുള്ളത് വേറെ കാര്യം. അതാണ്. അതുകൊണ്ട് തന്നെയാണ് റൈറ്റർ ഇങ്ങനെ പറയുന്നത്, അല്ലെ, ഒരു കാക്കയ്ക്ക് കരച്ചിൽ പോലെ, അല്ലെ, ഒരു സിംഹത്തിന് ഗർജനം പോലെയാണത്. It is human speech, the speech of the mind that is here and not the. So അല്ലെ, എന്താണ് അത്, അല്ലെ, ഒരു മനുഷ്യന്റെ സംസാരമാണ്, അല്ലെ, ഒരു മനുഷ്യന്റെ ടോക്കാണത്. ഞാനുമല്ല, ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുന്നത്. മാനുഷിക മൂല്യങ്ങൾ മനസ്സിലാക്കിയവനാണ് മനുഷ്യൻ. സോ ഇറ്റ് ഈസ് ഹിയർ, അല്ലെ, അത് ഇവിടെയുണ്ട്. ബട്ട് എന്താണ്, നോട്ട് ദർ, അവിടെ ഇല്ല, അല്ലെ. അവിടെ പലരും ഈ പറയുന്ന ആൾക്കാർക്കൊന്നും ഇത് ഇല്ല എന്നുള്ളതാണ്. എല്ലാം മനസ്സിലാക്കുന്ന എവളാന്നെ ഞാൻ, അല്ലെ. എന്നെ ഇന്ത്യൻനെസ് എന്താണെന്ന് നിങ്ങൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അല്ലെ. സാരി ചുറ്റിയാൽ ഇന്ത്യൻനെസ് വരുമെന്ന് നിങ്ങൾ എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. എല്ലാം അറിയുന്ന, അതൊക്കെ അറിയുന്നവളാണ് ഞാൻ. സോ അങ്ങനെ എല്ലാം അറിയുന്ന, അല്ലെ, എൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന, അല്ലെ, എൻ്റെ ഭാഷയാണത്. അത് അല്ലെ ഒണസ്റ്റ് ആണ്, അതിന്റെ സത്യസന്ധത എന്നിലുണ്ട്. ബട്ട് അത് അവിടെ നിങ്ങളിൽ പലർക്കും ഇല്ല, അല്ലെ. നോട്ട് ദർ എ മൈൻഡ് ദാറ്റ് സീസ് ആൻഡ് ഹിയേഴ്സ് ആൻഡ് ഈസ് അവെയർ, അല്ലെ. എൻ്റെ മനസ്സ് അങ്ങനെയാണ്, അല്ലെ. എനിക്ക് മൈൻഡ് ഉണ്ട്, ഞാൻ ഹ്യൂമൻ ആണ്. ഞാൻ മനുഷ്യനേക്കാൾ മൃഗങ്ങളെക്കാൾ, അല്ലെ, ഉയർന്ന മാനുഷിക മൂല്യങ്ങളും കൂടി മനസ്സിലാക്കിയ ഒരു സ്ത്രീയാണ് എന്ന്, അല്ലെ, അവരെടുത്തു പറയുകയാണ്. I can, അല്ലെ, see, hear and is aware. കേൾക്കുകയും കാണുകയും മാത്രമല്ല, അല്ലെ, ബോധവുമുള്ളവളാണ് ഞാൻ. സോ ബോധമണ്ഡലം, അല്ലെ, ആ ഒരു ബുദ്ധി എന്ന് പറയുന്ന ആ ഒരു പ്രവൃത്തി, അല്ലെ, എന്താ പറയുന്ന ആ ഒരു കഴിവ്, അത് അല്ലെ പലപ്പോഴും മനുഷ്യൻ മാത്രം അവകാശപ്പെടുന്നതാണ്. സോ ഇതൊക്കെയും ഉള്ളവളാണ് ഞാൻ. അല്ലാതെ അല്ലെ ഞാൻ എന്തല്ല, വെറും ഒരു, അല്ലെ, നിങ്ങളെപ്പോലെ ചിന്താശേഷി ഇല്ലാത്ത, അല്ലെ, കേൾക്കുകയും കാണുകയും ചെയ്ത്, അല്ലെ, എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്ത് കണ്ണടക്കുന്ന ആളല്ല ഞാൻ. ഐ ആം അവെയർ എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്കല്ലേ എന്ത് പറ്റില്ല, നിങ്ങളെപ്പോലെ, അല്ലെ, സൈലന്റ് ആയിട്ട് സഹിക്കാൻ പറ്റില്ല. സോ പലരും, അല്ലെ, സ്ത്രീകളാണ് ഒട്ടുമിക്ക ആൾക്കാരും, അല്ലെ, പലരും പേട്രിയാർക്കൽ കൾച്ചറിന്റെ വക്താക്കളായിട്ട് നമ്മുടെ കവയിത്രിയെ, അല്ലെ, ഇന്ത്യൻ ആക്കാൻ ശ്രമിക്കുന്നതും, അല്ലെ, ഇന്ത്യൻ ഭാഷ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നതും ഒക്കെയും ആൾക്കാർ, അല്ലെ, വിമർശകരൊക്കെയും അതിൽ കുറേ സ്ത്രീകളും ഒക്കെയാണ്. സോ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെ, എന്നെ പോലെ മൈൻഡ് ഉള്ളവരാണ്. ദേ സീ, അല്ലെ, ദേ ഹിയർ ആൻഡ് ദേ ആർ നോട്ട് അവെയർ എന്നുള്ളതാണ്. ബട്ട് എനിക്കത് കഴിയുന്നുണ്ട് എന്നുള്ളത് കമലാദാസ് ഇവിടെ എടുത്തു പറയുകയാണ്. നെക്സ്റ്റ് നോക്കേ. Not the deaf blind speech of trees in storm or of monsoon clouds or of rain or the uncoherent mutterings of the blazing funeral pyre. സോ ഒരൊറ്റ സെന്റൻസ്, അല്ലെ, നീട്ടി വലിച്ച്. സോ ആ ഒരു ആങ്കറാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. വെറും ഒരു, അല്ലെ, നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഇവിടെ കൊമയില്ല, അല്ലെ. ഇവിടെ എന്താണ്, ഒരൊറ്റ ദേഷ്യം, അല്ലെ, അതങ്ങ് തീർക്കലാണ്. നോട്ട് ദ ഡഫ് ബ്ലൈൻഡ് സ്പീച്ച് ഓഫ് ട്രീസ്. സോ നിങ്ങളല്ലേ വിചാരിക്കുന്നുണ്ടാവും എന്ത് ഡഫായിട്ട്, കാരണം ഇത് കമലാദാസിന് ഒരു മരമല്ലേ, മരമല്ലാണ്ട്, ഐ മീൻ ഒരു ജീവനുള്ള ചൈതന്യമുള്ള ഒരു സാധനമല്ലാണ്ട് ഇല്ല ഇത്. കാരണം ഇതൊക്കെയും കമലാദാസ് പറയുന്നത് നിങ്ങളുടെ ഭാഷയിലാണ്. ദാറ്റ് മീൻസ്, അല്ലെ, ടു യു എ ട്രീ ഈസ് ജസ്റ്റ് എ സില്ലി തിങ്, അല്ലെ. ഒരു സ്റ്റോമില്, കാറ്റിൽ ഇങ്ങനെ ഉലയുന്ന മരം എന്ന് പറയുമ്പോൾ അത്, അല്ലെ, എന്താണ്, ഒരു ജീവനില്ലാത്ത കാര്യമാണ്. മൺസൂൺ ക്ലൗഡ്സ് ഓഫ് റെയിൻസ്, അല്ലെ, അതും എന്താണ്, നിങ്ങൾക്കൊക്കെ, അല്ലെ, ഇതൊക്കെ വെറും, അല്ലെ, ജീവച്ഛവമായിട്ടുള്ള കാര്യങ്ങളാണ്. സോ നിങ്ങൾ പറയും പോലെ, അല്ലെ, എൻ്റെ ഭാഷ എന്തല്ല,
ഇങ്ങനെയുള്ള ഡഫ് ബ്ലൈൻഡ് സ്പീച്ച് അല്ല. ഇത് കമലാദാസ് അല്ലെ പ്രകൃതിയോടുള്ള ഒരു ഡിസ്റെസ്പെക്ട് ആയിട്ടല്ല. കാരണം അല്ലെ കമലാദാസ് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ അല്ലെ കാഴ്ചപ്പാടില്ല കമലാദാസിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. കാരണം കമലാദാസിന്റെ ഇൻട്രൊഡക്ഷൻ അവർ ഈ കവിതാ സമാഹാരത്തിന്റെ ആദ്യം തന്നെ അവര് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെ എനിക്ക് എന്ത് വേണ്ട, എനിക്കൊരു സ്ത്രീ ആവണ്ട, പുരുഷനാവണ്ട, അല്ലെ എന്റെ കണ്ണുകൾ തുറന്നാണ് ഇരിക്കുന്നത്, ഞാനല്ലേ ലോകൈകതയെ റെപ്രസെന്റ് ചെയ്യുകയാണ്. സോ എല്ലാം അല്ലെ ദൈവത്തിന്റെ കണ്ണിൽ എന്ത് ചെയ്യാം, വർഗഭേദമില്ലാതെ അല്ലെ കാണാൻ എനിക്ക് പറ്റുമെന്നുള്ള ആ ഒരു ഐഡിയ അവർ ആദ്യം തന്നെ അല്ലെ ദ ഡാൻസ് ഓഫ് ദ യൂണക്സ് എന്ന് പോലുള്ള കവിതയിൽ അവതരിപ്പിക്കുകയാണ്. പിന്നെ അല്ലെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അല്ലെ പലർക്കും ഉള്ള ഹ്രസ്വദൃഷ്ടിയൊക്കെ കുറക്കാൻ അല്ലെ വേണ്ടിയുള്ള കാര്യമാണ്. സോ അതുകൊണ്ടല്ലേ എന്താണ് കമലാദാസ് പറയുന്നത്, സോ അല്ലെ എന്റെ ഭാഷ എന്ന് പറയുന്നത് അല്ലെ ജീവനില്ലാത്തതല്ല, അത് അല്ലെ ജീവനുള്ള ഒരു കാക്കയുടെ കരച്ചിൽ പോലെയാണ്, അല്ലെ ഒരു ലയണിന്റെ ഗർജനം പോലെയാണ്, അല്ലെ പുരുഷന് ഈക്വൽ ആയിട്ടുള്ള സൗണ്ട് തന്നെയാണ് എൻ്റെത് എന്നുള്ള പ്രഖ്യാപനമാണ് അവർ ചെയ്തത്. അത് നെക്സ്റ്റ് നോക്കേ, എന്തൊക്കെയല്ല എന്ന് പറയുന്നുണ്ട് അല്ലെ, ട്രീസ് ഇൻ സ്റ്റോം അല്ലെ ആ ഒരു കൊടുങ്കാറ്റിലെ ഒരു മരം പോലെ അല്ലെ വെറുതെ അർത്ഥമില്ലാത്ത മൂവ്മെന്റ്സ് അല്ല. പിന്നെന്താണ് മൺസൂണിലെ അല്ലെ ഒരു റെയിൻ പോലെ അല്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന അല്ലെ വെറും ഒരു ജൽപ്പനങ്ങളല്ല. പിന്നെയോ ഇൻകോഹറന്റ് മട്ടറിങ്സ് ഓഫ് ദ ബ്ലേസിംഗ് ഫ്യൂണറൽ ഫയർ, ആ ഒരു അല്ലെ ആ ഒരു ഫ്യൂണറൽ ഫയർ ഉണ്ടല്ലോ ചിത, അതിലുള്ള അല്ലെ ചിതയിലെ അഗ്നി അല്ലെ ഇങ്ങനെ തിളച്ച് മറിയുന്നതല്ല എൻ്റെ അല്ലെ ആ ഒരു വാക്കുകൾ എന്ന് പറയുന്നത്, അതിൽ അല്ലെ ജീവചൈതന്യമുള്ള വാക്കാണ്. ഐ ആം അല്ലെ എ ലിവിങ് ക്രീച്ചർ, അല്ലെ ഞാനൊരു ജീവനുള്ള ആളാണ്, ഐ ആം അല്ലെ ഹ്യൂമൻ എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ട് ഉണ്ട്. സോ ഇത്രയും എന്ന് പറയുന്നത് ഒരു സെക്ഷനായിട്ട് നമുക്ക് കൂട്ടാം. സോ ഇവിടെ അല്ലെ എന്തുകൊണ്ട് പിന്നെ അടുത്ത സെക്ഷനായിട്ട് അത് വരുന്നില്ല, കാരണം എല്ലാം കണക്റ്റഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇത്രയും അവർ പറഞ്ഞത് എന്താണ് ഭാഷയിലെ അല്ലെ ആ ഒരു രാഷ്ട്രീയപരമായ കാര്യമാണ്, അല്ലെ ദ പൊളിറ്റിക്സ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയാം, അല്ലെങ്കിൽ ദ പൊളിറ്റിക്സ് ഓഫ് പൊളിറ്റിക്സ് എന്നും പറയാം. ഇനി പറയാൻ പോകുന്നത് പൊളിറ്റിക്സ് ഓഫ് സെക്സ് ആണ്, ആ ഒരു സെക്സിലെ രാഷ്ട്രീയം. കാരണം എല്ലാം എന്താണ് കണക്ട് ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്തിലെ എല്ലാം ഇങ്ങനെ കൂടി മറിഞ്ഞ് കിടക്കുകയാണ്, ഒന്നും ഒന്നിൽ നിന്നും വേർപെട്ട് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കവിതയിലല്ലേ ഡിവിഷൻസ് ഇല്ല, നമ്മളെവിടെയും കാണുന്നില്ല. കവിത അല്ലെ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ അടുത്തത് വരുന്നത് സെക്ഷുവൽ പൊളിറ്റിക്സ് ആണ്. I think we can stop here. We will meet again in the next class with the same chapter.